മാറിപ്പോകാനും അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് എന്ന കോഴ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഫേഷ്യൽ ഫീച്ചേഴ്സ്. അതിൽ ആദ്യത്തെ ടോപ്പിക് നോസ്. നമ്മൾ ഓരോ ഫേഷ്യൽ ഫീച്ചേഴ്സ് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അതായത് നമ്മൾ നോസ് പഠിക്കുന്നുണ്ട്, ലിപ്പ് പഠിക്കുന്നുണ്ട്, ഐ പഠിക്കുന്നുണ്ട്, ഇയർ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഓരോന്നെടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. വെറുതെ ആ ഒരു ജനറൽ ഷേപ്പ് വെച്ചല്ല നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഘടന എങ്ങനെയാണ്, അതിൻ്റെ അനാട്ടമി എങ്ങനെയാണ്, അതിലേക്ക് ഡീപ്പായിട്ട് പോയിട്ട് ആദ്യം അനാട്ടമി നമ്മൾ പഠിക്കും. അനാട്ടമി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ ഫോട്ടോഗ്രാഫ് നോക്കി ഡിഫറെൻ്റ് ആൾക്കാരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഇത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചിലർക്ക് വരയ്ക്കുന്ന സമയത്ത് ഫേസിൻ്റെ ടോട്ടൽ ഷേപ്പ് കറക്റ്റ് ആവും, പക്ഷേ ചിലപ്പോൾ കണ്ണ് വരയ്ക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ നോസ് വരയ്ക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആയില്ലെന്ന് വരും, ചിലപ്പോൾ ലിപ്പ് വരയ്ക്കുമ്പോൾ ഫോട്ടോ പോലെ തന്നെ വന്നില്ല എന്ന് വരും. അതെന്ത് ഇഷ്യൂ എന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡിൽ നമ്മൾ കണ്ട് ശീലിച്ചൊരു കണ്ണിൻ്റെ രൂപമുണ്ട്. നമ്മൾ നോർമലി ഒരു കണ്ണ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ അടുത്ത് വെച്ചാലും പലപ്പോഴും നമ്മൾ ഫോട്ടോയിൽ നോക്കണമെന്നില്ല. അതുവരെ നമ്മുടെ മനസ്സിലൊരു ജനറൽ കണ്ണ് എങ്ങനെയാണോ അത് നമ്മുടെ മനസ്സിലിട്ടിട്ട് അതായിരിക്കും നമ്മൾ പലപ്പോഴും വരയ്ക്കുന്നുണ്ടാവുക. അപ്പോഴാണ് പലപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് പറ്റാറുള്ളത്. പിന്നെ രണ്ടാമത്തെ കാരണം പ്രാക്ടീസിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് രണ്ടും നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടു തീരുമ്പോൾ നമ്മൾ നികത്തണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഓരോ ഫോട്ടോഗ്രാഫ് നമ്മൾ നോക്കി വരയ്ക്കുമ്പോഴും നമ്മൾ ഒരിക്കലും അസ്യൂം ചെയ്യരുത് നമ്മുടെ മനസ്സിലൊരു കണ്ണിൻ്റെ ഷേപ്പ്. ചിലപ്പോൾ ഒരു ഫിഷിൻ്റെ ഷേപ്പ് പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലീഫിൻ്റെ ഷേപ്പ് പോലെ ആയിരിക്കും നമ്മുടെ മനസ്സിലെ കണ്ണ്. പക്ഷെ നമ്മുടെ റെഫറൻസ് പിക്ചറിൽ അങ്ങനെ ആയിരിക്കില്ല, കുറച്ചും കൂടി ഉരുണ്ട കണ്ണായിരിക്കും. അപ്പോൾ നമ്മൾ റെഫറൻസ് പിക്ചർ നോക്കുക, ഒരിക്കലും അസ്യൂം ചെയ്യരുത് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് ഇങ്ങനെയാണെന്ന് നോക്കിയിട്ട് റെഫറൻസ് പിക്ചർ നോക്കാതെ ഒരിക്കലും നമ്മുടെ പേപ്പറിലേക്ക് വരയ്ക്കരുത്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഷേപ്പ് മാറിപ്പോകാനും ടോട്ടലി വരയ്ക്കുന്ന ആളുടെ മുഖച്ഛായ മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. ഒരു കണ്ണിന് മാത്രമല്ല, നോസ് വരയ്ക്കുമ്പോഴും ലിപ്പ് വരയ്ക്കുമ്പോഴും ഇയർ വരയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, അതിൻ്റെ ഒരു പഠനത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് നോസ് നോക്കാം. നോസിൻ്റെ അനാട്ടമി നമ്മൾ ആദ്യം പഠിച്ചിട്ട് ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള നോസുകൾ എടുത്തിട്ട് ഫോട്ടോന്ന് എങ്ങനെയാണ് നോക്കി വരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നോസ് വരയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ആ ഒരു സ്കെലിട്ടൻ്റെ നമ്മുടെ തലയോട്ടിയുടെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോഴാണ് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്കെലിട്ടൻ്റെ മാതൃകയുണ്ട്. ഇത് ഒറിജിനൽ അല്ല, അതിൻ്റെ ഏകദേശം ഒരു മാതൃകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ സ്കെലിട്ടൺ, ടോട്ടൽ തലയോട്ടി എന്ന് പറയുന്നത്. അപ്പം മൂക്കിൻ്റെ ഭാഗത്ത് കണ്ടോ, മൂക്കിൻ്റെ ഭാഗത്ത് ആക്ച്വലി തലയോട്ടിയിൽ ഇങ്ങനെ ഒരു ഹോളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നോസിൻ്റെ ബോണായിട്ടുള്ള പോർഷന് വരുന്നത്. അപ്പോൾ ഇതിനെയാണ് നേസൽ ബോൺ എന്ന് പറയുക. ഈ ഒരു ഭാഗത്തിനെയാണ് നേസൽ ബോൺ എന്ന് പറയുക. പിന്നീട് അവിടെ നിന്ന് നമ്മൾ കാണുന്ന നമ്മുടെ നോർമൽ നോസ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നത്, അത് ആക്ച്വലി കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥിയാണ്. അങ്ങനെയാണ് നോസ് ഉള്ളത്. അത് നമുക്ക് വരച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ നോസിൻ്റെ ഈ ഒരു ആംഗിളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള സ്കെലിറ്റൻ്റെ സ്ട്രക്ചറിൽ നിന്ന് തന്നെ നോസ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷേപ്പ് ഓർമ്മിച്ച് വെച്ചോ. ഇതാണ് നമ്മുടെ നോസിൻ്റെ ആ ഒരു സ്കെലിറ്റൻ്റെ സ്ട്രക്ചർ. ഈ ഒരു ഷേപ്പ് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ. അതാണ് നമ്മൾ ആദ്യം പേപ്പറിലേക്ക് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നോസിൻ്റെ ബോൺ സ്ട്രക്ചറിൻ്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം അതിന് ആദ്യം ആ ഒരു ഷേപ്പ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം ഇങ്ങനെ സെൻറ്ററിൽ ഒരു ലൈൻ വന്നിട്ട് രണ്ട് സൈഡിലായിട്ട് സിമെട്രിക്കലായിട്ടൊരു ഷേപ്പാണത് ആക്ച്വലി. അപ്പോൾ ആ ഷേപ്പ് ഞാനിവിടെ വരയ്ക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന പോലെ ഏകദേശം ഈ ഒരു ഷേപ്പ് ഉണ്ടോ, ഈ ഒരു ഷേപ്പാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇനി അവിടെ നിന്നും നോസിൻ്റെ ആ ഒരു കാർട്ടിലേജ് എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ നേസൽ ബോണാണ് ഉള്ളത്. ഈ ഒരു ഭാഗം നേസൽ ബോണാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് നേസൽ ബോണാണ് വരുന്നത് കണ്ടോ. ബാക്കി നോസിൻ്റെ ഹോളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോസിൻ്റെ ഷേപ്പ് വരയ്ക്കാനായിട്ട് ആദ്യം അതിൻ്റെ നോസിൻ്റെ ഹോൾ വരയ്ക്കാം. അതായത് നോസ്ട്രിൽ വരയ്ക്കുക എന്നുള്ളതാണ് ഒരു എളുപ്പമാർഗ്ഗം. അതിനൊക്കെ മുൻപായിട്ട് നമ്മുടെ നോസിൻ്റെ ടോട്ടൽ ഷേപ്പ് ഒന്ന് വരച്ചിടണം. അപ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി താഴത്തേക്ക് ഇറക്കാം. ഈ ഒരു ലൈൻ എങ്ങനെ വന്നതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഒരു ലൈൻ എന്ന് പറയുന്നത് നോസിൻ്റെ സെൻറ്ററിൽ വരുന്ന ആ ഒരു മിഡിൽ പോർഷനാണ്. അതാണ് ആ ലൈൻ നമ്മളവിടെ വരച്ചിട്ടിരിക്കുന്നത്. ആ ലൈൻ കുറച്ചും കൂടി താഴത്തേക്ക് നമ്മൾ ഇറക്കിയിട്ട് ഇങ്ങനെ ചെരിച്ചൊരു വര വരച്ചിട്ടുണ്ട്. ചെരിച്ചൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിയൽ ആയിട്ടുള്ള ടോട്ടൽ നോസിൻ്റെ ആ ഒരു ഷേപ്പ് വരുന്നത്. ഇനി നോസ്ട്രിൽ വരയ്ക്കാം. നോസ്ട്രിൽ എന്ന് പറയുന്നത് നോസിൻ്റെ ഹോളാണ്.
അത് ആക്ച്വലി ഈ ഒരു ഭാഗത്തായിട്ട് വരിക. അതായത് ആ സ്കള്ളുണ്ടല്ലോ, ആ സ്കെലിറ്റൻ്റെ താഴത്തെ ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിൻ്റെ താഴത്തെ എൻഡിലാണ് നോസിൻ്റെ ഒരു ഹോള് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോള് വരുന്നത്, അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബോൺ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കുന്നത്, അതിന് താഴെയായിട്ടാണ് നമ്മൾ നോസിൻ്റെ ആ ഒരു ഹോള്